നമസ്കാരം. തേർഡ് ഐ ന്യൂസിലേക്ക് സ്വാഗതം. മലയാള സിനിമ വിവാദങ്ങളുടെ ഒരു ചുരുളിയായി മാറിയിരിക്കുന്നു. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ എന്താണ് പറയാൻ ഉദ്ദേശിക്കുന്നത് അല്ലെ? ചുരുളി സിനിമ വിവാദത്തിലാണ്. ചുരുളിയും ലിജോ ജോസ് പല്ലിശ്ശേരിയും അതോടൊപ്പം തന്നെ അതിലെ നായക കഥാപാത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായ ജോജുവും വളരെ വിവാദത്തിലാണ്. ജോജു ഒരു പത്രസമ്മേളനത്തിൽ പറയുന്നു, പ്രതിഫലമല്ല എൻ്റെ വിഷയമെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പ്രതിഫലവും അതിനകത്ത് പെട്ടിട്ടുണ്ടോ എന്ന കാര്യം സംശയിക്കേണ്ടിയിരിക്കുന്നു. നമുക്കറിയാം 2021 ഇറങ്ങിയ ഒരു സിനിമയാണ്, OTT റിലീസായിട്ടുള്ള ഒരു സിനിമയായിരുന്നു ചുരുളി. ആ ചുരുളി എന്ന് പറഞ്ഞ സിനിമയുടെ പേര് കൊണ്ടല്ല, അതിലെ കണ്ടന്റ് വൈസ് അല്ലെ കണ്ടന്റ് കൊണ്ടായിരുന്നു ആ സിനിമ ശ്രദ്ധേയമായത്. കാരണം ആ സിനിമ കണ്ടത് ഞാൻ ഇന്നും വ്യക്തമായിട്ട് ഓർക്കുന്നു. സിനിമ കാണുന്നതിന് മുമ്പ് ആൾക്കാരുടെ ഒരു അഭിപ്രായം അല്ലെങ്കിൽ റിവ്യൂവേഴ്സ് വന്നിട്ട് പറയാം, അമ്മാതിരി സിനിമയാണ്, ജോജു ഒക്കെ പച്ചയ്ക്ക് അഭിനയിച്ചിരിക്കുന്നു. തെറി എന്ന് പറഞ്ഞാൽ തെറി അഭിഷേകം. കാരണം അതുവരെ, അതായത് ഈ ചുരുളിക്ക് മുൻപും പിന്നെയും കുറച്ച് സിനിമകളിലൊക്കെ പച്ചത്തെറികളൊക്കെ വന്നിട്ടുണ്ട്. എങ്കിൽ പോലും അതിനുശേഷമാണ് എനിക്ക് തോന്നുന്നു തെറി ഒരു ഫാഷനായി മാറിയത് സിനിമയിൽ. ചുരുളിക്ക് മുമ്പ് അതൊക്കെ മ്യൂട്ട് ചെയ്തും അതോടൊപ്പം OTT സെൻസറിങ് ഇല്ല, അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതോടൊപ്പം തന്നെ തിയേറ്റർ റിലീസ് ആയിരുന്നില്ല ഈ സിനിമ എന്നുള്ളതാണ്. എങ്കിലും ഈ ചുരുളി എന്ന സിനിമയിൽ ഉപയോഗിച്ചിരിക്കുന്ന തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, നമുക്കത് പുറത്ത് നമുക്ക് മാധ്യമത്തിലൂടെ ഇപ്പോൾ ഒരു ന്യൂസ് ചാനലിലൂടെ നമുക്കത് പറയാൻ സാധിക്കില്ല. അത്തരം തെറികൾ അതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിലെ ജോജു മറ്റു കഥാപാത്രങ്ങളും എല്ലാം അതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഈ പറയപ്പെടുന്ന പച്ചത്തെറി നമുക്ക് ടാഗ് ലൈനിൽ കൊടുക്കാം, അങ്ങനെയുള്ള തെറികൾ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഒരു 4 വർഷത്തിനിപ്പുറം അത് ഒരു വിവാദമായി വരണമെങ്കിൽ ആ നായകൻ ജോജു എന്ന് പറയുന്ന, അല്ലെങ്കിൽ അതിൽ കേന്ദ്ര കഥാപാത്രങ്ങളിലൊന്നും അതിൽ ഒരു മെയിൻ നായകനൊന്നും പറയാനില്ല, എല്ലാവരും കേന്ദ്ര കഥാപാത്രങ്ങൾ, എല്ലാവരെയും ചുറ്റിപ്പറ്റിയുള്ള ഒരു കഥയായിരുന്നു. ഒരു ട്രൂ സ്റ്റോറി എന്നാണ് പറയപ്പെടുന്നത്. എനിവേ, എന്ത് തന്നെ ആയാലും ആ ഒരു കഥ ചുരുളി പോലെ തന്നെ, ചുരുളി എന്നതിൻ്റെ സെൻസ് ഒരു ലൂപ്പാണ്. ആ ലൂപ്പിൽ കൂടെ കടന്ന് വരുന്ന ഒരു നല്ല സിനിമ. അതൊരു ഹിറ്റായിരുന്നു. OTT വൈസ് ഭയങ്കരമായിട്ടുള്ള അവാർഡ് അല്ലെങ്കിൽ ഭയങ്കരമായിട്ടുള്ള അഭിപ്രായങ്ങൾ വന്നിരുന്ന ഒരു സിനിമയാണ്. നിരൂപക പ്രേക്ഷക പ്രശംസയൊക്കെ ഒരുപാട് കിട്ടിയ ഒരു പടമായിരുന്നു ചുരുളി. വ്യത്യസ്തമായിട്ടൊരു തലമായിരുന്നു ചുരുളിയിലെ ഡയലോഗുകളും അതിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും എല്ലാം. പിന്നെ അതിൻ്റെ ഒരു ഇരുളിമ, മൊത്തം കാട്, വെട്ടമില്ല. ആക്ച്വലി നമുക്കൊരു ഡേ ലൈറ്റിൽ കാണാനായിരുന്നു സാധിക്കുന്നത്. നമ്മൾ തന്നെ കുത്തിയിരുന്ന ഇരുട്ടത്ത് കുത്തി ഇങ്ങനെ നോക്കുന്ന ഒരു പരുവമായിരുന്നു ആ സിനിമ. ഒരു വ്യത്യസ്തമായ സിനിമയായിരുന്നു. പക്ഷെ ആ സിനിമയൊക്കെ ഇറങ്ങി ഇത്രയും വർഷത്തിനിപ്പുറം ജോജു ഇങ്ങനെ വിവാദ പരാമർശങ്ങളുമായി വരുമ്പോൾ മറുപടിയായിട്ട് ഈ പറയുന്ന സംവിധായകൻ ലിജോയും വരുമ്പോൾ, ലിജോ ജോസ് പല്ലിശ്ശേരിയും വരുമ്പോൾ അത് വിവാദങ്ങൾ മുറുകുകയാണ്. ജോജു ഇപ്പോൾ ഈ പത്രസമ്മേളനത്തിൽ പറയുന്നത്, ചുരുളിയെക്കുറിച്ച് പറയുന്നത്, ഞാൻ ഇത്രയും പച്ചയായി തെറി പറയുന്ന ഒരു മനുഷ്യനാണെന്ന് അദ്ദേഹം എന്ന് ജോജു തന്നെ സമ്മതിക്കുന്നുണ്ട്. പക്ഷേ ജോജു പറയുന്നത്, ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാനുള്ള മെയിൻ റീസൺ ഇതിൻ്റെ പ്രതിഫലമല്ല, മറിച്ച് ഇതിലെ ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരിക്കലും തിയേറ്ററിൽ പ്രദർശിപ്പിക്കില്ല, പകരം ചലച്ചിത്ര മേളകൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകം എടുത്തിരിക്കുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയും അത് മുൻനിർത്തിയിട്ടാണ് അദ്ദേഹം ഈ സിനിമയിലേക്ക് അഭിനയിക്കാൻ തയ്യാറായത്. സ്വന്തം ഇഷ്ടത്തിനാണ് അദ്ദേഹം അഭിനയിച്ചതെന്ന് അദ്ദേഹം അതിനകത്ത് പരാമർശിക്കുന്നുണ്ട്. ഞാൻ ആ സമയത്ത്, അതായത് ജോജു എന്ന് പറഞ്ഞ വ്യക്തി ജോസഫ് പോലുള്ള പടങ്ങളിൽ ജോസഫ് വമ്പൻ ഹിറ്റായിരുന്നു. അതുപോലെ പൊറിഞ്ചു മറിയം, അതിലും വമ്പൻ ഹിറ്റ് തന്നെയായിരുന്നു ആ പടങ്ങളെല്ലാം തന്നെ. അപ്പോൾ അദ്ദേഹത്തിന് മാർക്കറ്റ് വാല്യൂ അല്ലെങ്കിൽ സാറ്റലൈറ്റ് വാല്യൂ ഉയർന്നു നിൽക്കുന്ന സമയത്താണ് ഈ പറയപ്പെടുന്ന സിനിമ ചുരുളിയിൽ അഭിനയം. ഇപ്പോൾ ജോജുവിൻ്റെ ഒരു പടത്തിന് ഒരു ആവറേജ് അല്ലെങ്കിൽ അതിർക്കും മേലെ ഒരു ഹിറ്റ് അടിക്കുമെന്ന് പ്രേക്ഷകർക്ക് ഉറപ്പുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, അദ്ദേഹത്തിൻ്റെ പടങ്ങൾ കത്തി നിൽക്കുന്ന കാലഘട്ടത്തിലാണ് ഈ സിനിമ ഇറങ്ങുന്നതെന്നാണ് ജോജു പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതുപോലൊരു സിനിമയിൽ ജോജു അഭിനയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജോജുവിൻ്റെ സമ്മതം വേണം. അപ്പോൾ ജോജു പറയുന്നത്, എൻ്റെ സമ്മതത്തോടു കൂടിയാണ് അഭിനയിച്ചെങ്കിൽ പോലും ഇതിൻ്റെ പേരിൽ അദ്ദേഹം അനുഭവിച്ച ആഫ്റ്റർ എഫക്റ്റ് അദ്ദേഹത്തിൻ്റെ ഫാമിലി ലൈഫിലും അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലൈഫിലും വല്ലാത്ത തരത്തിലുള്ള ഒരു ഡാർക്ക് കാലയളവാണ് അദ്ദേഹത്തിന് സമ്മാനിച്ചതാണ്. അദ്ദേഹം പറയുന്നത്, എൻ്റെ മക്കൾക്ക് സ്കൂളിൽ പഠിക്കാൻ പറ്റാത്ത അവസ്ഥയായി. അദ്ദേഹം പറയുന്ന മകനോ വന്ന് ചോദിക്കുകയാണ്, അപ്പോൾ ഒരിക്കലും അഭിനയിക്കാൻ പാടില്ലാത്തൊരു സിനിമയായിരുന്നു, അപ്പോൾ ഇങ്ങനെയൊക്കെ തെറി പറയുമോ എന്നൊക്കെയാണ് അവർ ചോദിക്കുക. കാരണം ആ സിനിമയെല്ലാം OTT ഇറങ്ങിയിരുന്നത് കൊണ്ട് തന്നെ കട്ടിംഗ് വേർഷൻ ഇല്ല. അപ്പോൾ കൂടുതൽ പൈസ കിട്ടിയത് കൊണ്ട് തിയേറ്ററിൽ കൊടുക്കാതെ OTTക്ക് അത് വിറ്റെന്നാണ് ജോജു ആരോപിക്കുന്നത്. അപ്പോൾ ജോജു അപ്പോഴും എടുത്തു പറയുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരിക്കലും ഈ പറയപ്പെടുന്ന സംവിധായകനോടുള്ള ശത്രുതയോ അല്ലെങ്കിൽ പ്രതിഫലത്തിന്റെ വിഷയവുമായിട്ട് ഒരിക്കലും മാധ്യമങ്ങളിൽ നിന്ന് ചിത്രീകരിക്കരുതെന്ന് പറയുന്നുണ്ട്. പിന്നെ എന്തിനാണ് ജോജു ഇങ്ങനൊരു പത്രസമ്മേളനം നടത്തിയെന്ന് ചോദിച്ചാൽ, അദ്ദേഹത്തിന് മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായി. അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിൽ അദ്ദേഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ നിലനിൽപ്പ് ഇൻ ദ സെൻസ് പ്രതിഫലവും കൂടി ഉൾപ്പെടുന്നതാണല്ലോ നിലനിൽപ്പ് എന്ന് പറയുന്നത്. എന്നാൽ അതിന് മറുപടിയായിട്ട് ലിജോ പല്ലിശ്ശേരി പറയുന്നുണ്ട്, ഞാൻ 5,90,000 രൂപ ജോജോയ്ക്ക് ഇതിന് പ്രതിഫലമായിട്ട് കൊടുത്തിരുന്നു. ചെമ്പൻ വിനോദും ലിജോ പല്ലിശ്ശേരിയും ചേർന്ന് നിർമ്മിച്ചൊരു പടമായിരുന്നു ചുരുളി എന്ന് പറയുന്നത്. ഇതിൽ പൂർണ്ണമായും ജോജുവിൻ്റെ സമ്മതത്തോടു കൂടിയാണ് ഈ സിനിമയിൽ അദ്ദേഹം അഭിനയിച്ചിരിക്കുന്നതെന്ന് പറയുന്നു. ഇങ്ങനെ ഒരു വാക്ക് അദ്ദേഹത്തിന് കൊടുത്തിട്ടില്ലെന്നാണ് ലിജോ പറയുന്നത്. എന്തു തന്നെയായാലും സത്യം എന്താണെന്ന് ഇതുവരെ തെളിഞ്ഞിട്ടില്ല. എന്നാൽ വിവാദവും പോരും മുറുകുകയാണ്.
വളരെ ഒരു നാണക്കേടുണ്ടാക്കുന്ന തരത്തിലുള്ള പരാമർശങ്ങളാണ്. ജോജു വളരെ മര്യാദയോടുകൂടിയും വളരെ സഭ്യമായ ഭാഷയിലാണ് പത്രസമ്മേളനത്തിൽ സംസാരിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന്റെ ഗ്രിവൻസസ് ആണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ ഫാമിലിയിലും അദ്ദേഹത്തിന്റെ ആ ഒരു കരിയറിലും 2021 ശേഷമുള്ള അദ്ദേഹത്തിന്റെ കരിയറിലും ഇത് ഉണ്ടാക്കി വെച്ച ഒരു പ്രതിഫലനം വല്ലാത്തതായിരുന്നു എന്നാണ് അദ്ദേഹം വേദനയോടെ പറയുന്നുണ്ട്. അദ്ദേഹം അപ്പോഴും ഒരാളെയും അതിനകത്ത് ക്രൂശിക്കുകയോ അല്ലെങ്കിൽ ഒരാളെയും മോശമായ രീതിയിൽ പരാമർശിക്കുകയോ ചെയ്യുന്നില്ലെന്ന് വളരെ നമുക്ക് വ്യക്തമാണ്, മാധ്യമപ്രവർത്തകർക്ക് വ്യക്തമാണ്. മാധ്യമങ്ങൾ കൊടുത്ത ആ ഒരു പത്രസമ്മേളനത്തിൽ അദ്ദേഹം അത് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. പ്രതിഫലം അതിനകത്തൊരു വിഷയമല്ലെന്ന് ജോജു പറയുമ്പോഴും അദ്ദേഹം അത് പറയാതെ പറയുന്നത് ഒരിക്കലും ജോസഫിൽ അഭിനയിച്ച, പൊറഞ്ചുമറയത്തിൽ അഭിനയിച്ച എനിക്ക് ആ സമയത്ത് ഒരിക്കലും ഈ ഒരു പ്രതിഫലം ആയിരുന്നില്ല കിട്ടേണ്ടിയിരുന്ന രീതിയിൽ അദ്ദേഹം അതിനകത്ത് പറയുന്നുണ്ട്. ഒരിക്കലും അത് ഡയറക്റ്റ് അദ്ദേഹം പറയുന്നില്ല. പ്രതിഫലത്തെക്കുറിച്ച് ഇവിടെ ഒരു പ്രതിഫലം എൻ്റെ മാത്രം വിഷയമാണ്, ഒരിക്കലും ഞാനതിന് ലിജോയെ കുറ്റപ്പെടുത്തുമല്ല, പക്ഷെ ഒരിക്കലും അതായിരുന്നില്ല എനിക്ക് തരേണ്ടിയിരുന്ന ഒരു ധ്വനി അദ്ദേഹത്തിന്റെ ഭാഷയിലുണ്ടായിരുന്നു. എന്നിരുന്നാലും അദ്ദേഹത്തിന് കൂടുതലായിട്ടും സ്ട്രെസ് ചെയ്യുന്നത് അദ്ദേഹത്തിന് ഉണ്ടായ നഷ്ടങ്ങൾ, അദ്ദേഹത്തിന്റെ പേഴ്സണൽ ലൈഫിലും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മക്കളുടെ ഇടയിലും ഫാമിലിയുടെ ഇടയിലും ഈ പച്ചത്തെറികൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നഷ്ടപ്പെട്ട ഒരു ഇമേജാണ് അദ്ദേഹം അതിനകത്ത് പറഞ്ഞത്. പക്ഷേ 4 വർഷങ്ങൾക്കിപ്പുറം അദ്ദേഹം ഒന്ന് പറയുന്നതിന് ചേതോ വികാരം, അതായത് ഈ 4 വർഷം അത് നൽകിയൊരു ട്രോമയായിരുന്നിരിക്കാം. എന്ത് തന്നെയായാലും പിന്നെ അദ്ദേഹം പറയുന്നത് ഒരിക്കലും ഒരു ഫെസ്റ്റിവലിലും ഇത് പങ്കെടുപ്പിച്ചിട്ടില്ല എന്നുള്ളതും അദ്ദേഹത്തെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. കാരണം ഇത് പറഞ്ഞിട്ടാണ് സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു അദ്ദേഹം ഒരുപാട് കഷ്ടപ്പെട്ട് വളർന്നൊരു നടനാണ്. 18 വർഷത്തോളം സിനിമയുടെ പുറകിൽ നിന്ന് വളർന്ന ഒരാളാണെന്ന് അദ്ദേഹം പല ഇന്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ട്. ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് വെറും 50 രൂപ പ്രതിഫലത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ടെന്ന് വരെ അദ്ദേഹം പറഞ്ഞു. പട്ടിണി കിടന്നിട്ടുണ്ടെന്നും അദ്ദേഹത്തിന്റെ കഥകൾ നമുക്കറിയാം. അത് ഒരു പോരാളിയായിരുന്നെന്നും അദ്ദേഹത്തിന്റെ പല ഇന്റർവ്യൂവിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ ഹാർഡ് വർക്ക് ചെയ്തൊരു മനുഷ്യനായതുകൊണ്ട് തന്നെയും അദ്ദേഹം ഈ ഒരു കാര്യം പറയുമ്പോൾ അതിൽ എത്രമാത്രം സത്യമുണ്ടോ അല്ലെങ്കിൽ സത്യമുണ്ട് എന്ന് നമുക്ക് തോന്നിപ്പോകും. അദ്ദേഹം പറയുന്നതാണ്, എന്നെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടാണ് ചുരുളി പോലൊരു മൂവിയിൽ അഭിനയിക്കുക, ചുരുളിയിൽ അഭിനയിക്കുക, അതുപോലെ ഒരു ആർട്ട് മൂവിയിൽ അഭിനയിക്കുക എന്നുള്ളൊരു സ്വപ്നമായിരുന്നു. അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും സൗഹൃദം, ലിജോയായിട്ടുള്ള സൗഹൃദത്തിന്റെ പേരിൽ മാത്രമാണ് താൻ ചുരുളി എന്ന മൂവിയിൽ അഭിനയിച്ചതെന്നുമാണ് ജോജു ഇപ്പോൾ ആരോപിക്കുന്നത്. പക്ഷേ ജോജു ലിജോ പണത്തിന് വേണ്ടിയിട്ട് ആ സിനിമ, തെറി വേർഷനുള്ള ആ സിനിമ OTT-യിലേക്ക് മറിച്ച് വിറ്റു എന്നാണ് പറയുന്നത്. നല്ല പൈസയ്ക്ക് മറിച്ച് വിറ്റു എന്നാണ് പറയുന്നത്. എന്നിട്ട് പോലും തന്നെ അതൊന്നും അറിയിക്കുകയോ അല്ലെങ്കിൽ എനിക്ക് അതുമൂലം എന്തെല്ലാം ബുദ്ധിമുട്ടുണ്ടായി എന്ന രീതിയിൽ ചോദിക്കുകയോ ഒന്നും അതിന് അണിയറ പ്രവർത്തകർ നാളിതുവരെ, അതായത് അദ്ദേഹം ഈ പത്രസമ്മേളനത്തിന് കൊടുക്കുന്നവരെയും ചോദിച്ചിട്ടില്ല എന്നൊരു പരാതിയും ജോജു അതിനകത്ത് പറയുന്നുണ്ട്. എന്ത് തന്നെയായാലും ജോജു പറയുന്ന ഒരു കാര്യം വാസ്തവമാണ്. സിനിമ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സൗഹൃദമാണ്. പണത്തോടൊപ്പം തന്നെ സൗഹൃദവും ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു മനസ്സും കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ മിഴിവോടുകൂടി കഥാപാത്രങ്ങൾ, സംവിധായകനും നായകനും നായികയും കഥാപാത്രങ്ങളും തമ്മിലൊരു അന്തർധാര ഒഴുകിയാൽ മാത്രമേ, അത് സൗഹൃദത്തിന്റെയോ അടുപ്പത്തിന്റെയോ അന്തർധാര ഒഴുകിയാൽ മാത്രമേ സിനിമ മിഴിവോടെ ക്യാമറയ്ക്ക് മുന്നിൽ, അഭ്രപാളികൾക്ക് മുമ്പിൽ ജനങ്ങളിലേക്ക് എത്തുകയുള്ളൂ, ആസ്വാദ്യകരമാവുകയുള്ളൂ. അത് മനസ്സിലാക്കിയാൽ അണിയറ പ്രവർത്തകർക്കും നായകനും നായികയ്ക്കൊക്കെ കൊള്ളാം.